പൂഴിമണൽ വിരിച്ച മുറ്റത്തൂടെ ഭാണ്ഡക്കെട്ടുകളുമെടുത്ത് നടക്കുക എളുപ്പമല്ല. വിശാലമായ വിശ്രമമുറിയിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ തിരക്കാണ്. മതപാഠശാലകളോട് ചേർന്നുള്ള വിശാലമായ ഇത്തരം വിശ്രമമുറികൾ മുസ്ലിം ലോകത്തെല്ലായിടത്തും കാണാം. ചിലയിടങ്ങളിൽ മുസാഫിർഖാനകൾ എന്ന പേരിൽ പള്ളികളോട് ചേർന്നും ഇവ കാണാം. വഴിയാത്രക്കാരായും അതിഥികളായും എത്തുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഴയകാലത്ത് ഇസ്ലാമിക വൈജ്ഞാനിക കച്ചവട കേന്ദ്രങ്ങളായിരുന്ന ഡമസ്കസ്, ബാഗ്ദാദ് മേഖലകളിൽ ഈ വിശ്രമശാലകളുടെ ബാക്കിപത്രം ഇപ്പോഴുമുണ്ട്. തുർക്കിയിലെ മതപാഠശാലകൾ സന്ദർശിച്ചപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അറിവിനും കച്ചവടത്തിനും വേണ്ടി യാത്ര ചെയ്യുന്നവർക്കുള്ള സമുദായത്തിൻ്റെ കരുതലാണ് ഇവ. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ പണം ഈടാക്കാറുണ്ടെങ്കിലും ആദ്യത്തെ 3 ദിവസം പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കാവുന്ന രീതിയാണ് ഇസ്ലാമിക ലോകത്ത് വ്യാപകമായി ഉള്ളത്. നേരത്തെ പരാമർശിച്ച ചാലിയത്തെ ദാറുൽ ഇഫ്താഇൽ അസ്അരിയ ലൈബ്രറിയും കിതാബ് റഫർ ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 ദിവസത്തെ താമസവും ഭക്ഷണവും സൗജന്യമാണ്. ഇതിനുവേണ്ടി തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ അഹമ്മദ് കോയ ഷാലിയാത്തി വഖഫായി മാറ്റിവെച്ചിട്ടുണ്ട്. പള്ളിയുടെ വലതുവശം ചേർന്ന് മനോഹരമായ താഴികക്കുടങ്ങളോടെ വെളിച്ചം തൂവി നിൽക്കുന്ന ഒരു മക്ബറയുണ്ട്. ബാനി ഹസ്രത്ത് ബാക്കിയാത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഷേഖ് അബ്ദുൽ വഹാബ് ഹസ്രത്ത്, മകൻ ലിയാഉദ്ദീൻ ഹസ്രത്ത് എന്നിവരുടെ അന്ത്യവിശ്രമ കേന്ദ്രമാണിത്. സുബഹി നിസ്കാര ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അവരെ സന്ദർശിച്ച ശേഷം ക്ലാസ്സിലേക്ക് പോവുക എന്നതാണ് ബാക്കിയാത്തിലെ നടപ്പ് രീതി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ മതപഠനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയ പണ്ഡിതനാണ് ബാനി ഹസ്രത്ത്. 1857 ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ പൂർണ്ണമായതോടെ മുസ്ലിങ്ങൾ നേരിട്ട വലിയ വെല്ലുവിളി അവരുടെ അറിവും സംസ്കാരവും എങ്ങനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിലായിരുന്നു. അതുവരെയും മുഗൾ നാട്ടുരാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഈ ആപൽഘട്ടത്തെ മറികടക്കാൻ അക്കാലത്തെ പ്രമുഖ പണ്ഡിതന്മാർ ഒറ്റയ്ക്കും കൂട്ടായും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ മതപാഠശാലകൾ ആരംഭിച്ചു. ഒരർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണം ഉയർത്തിയ ഈ വെല്ലുവിളി മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് പറയാം. അതുവരെയും കേന്ദ്രീകൃത സ്വഭാവത്തെ പ്രവർത്തിച്ചു വന്ന സ്ഥാപനങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുകയും രാജ്യത്താകമാനം സാന്നിധ്യം ഉറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഉയർന്ന തലത്തിലുള്ള മതപഠനം ആളുകൾക്ക് കുറെ കൂടി പ്രാപ്യമായി തുടങ്ങി. ഉത്തരേന്ത്യയിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ഷേഖ് റഹ്മത്തുല്ലാഹിൽ ഖൈറാനവിയുടെ ശിഷ്യനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് 1850 അവസാനം വെല്ലൂരിൽ മതപഠന കേന്ദ്രം ആരംഭിച്ച പശ്ചാത്തലം ഇതാണ്. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുകൊണ്ടയാളായിരുന്നു ഷെയ്ഖ് ഖൈറാനവി. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വലിയ തോതിൽ വേട്ടയാടി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നീട് മക്കയിലേക്ക് കടക്കുകയായിരുന്നു. പ്രമുഖ പണ്ഡിതനായ പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരുടെ മലയാളികൾക്ക് അടുപ്പമുള്ള പണ്ഡിതൻ കൂടിയാണ് ഷെയ്ഖ് ഖൈറാനവി. ഷെയ്ഖ് ഖൈറാനവി മക്കയിൽ സ്ഥാപിച്ച മദ്രസത്തു സൗലത്തിയയുടെ മാതൃകയിൽ അബ്ദുൽ വഹാബ് ഹസ്രത്ത് സ്വന്തം വീട്ടുമുറ്റത്ത് തുടങ്ങിയ മതപഠന കേന്ദ്രം വിദ്യാർത്ഥികളുടെ ബാഹുല്യം കാരണം ആദ്യം വെല്ലൂർ ബഡി മസ്ജിദിലേക്കും അവിടെയും സ്ഥലം തികയാതെ വന്നപ്പോൾ സൈദാർപേട്ടിലെ ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്കും മാറ്റുകയായിരുന്നു. 1884 ഇത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യയിലെ മതപഠന സമ്പ്രദായത്തെ വലിയ തോതിൽ ചിട്ടപ്പെടുത്തിയത് ബാക്കിയാത്താണ്. പൊന്നാനി ദർസായിരുന്നു അതുവരെയുണ്ടായിരുന്ന പ്രബല മാതൃക. മലപ്പുറം ജില്ലയിലെ പൊന്നാനി കേന്ദ്രീകരിച്ച് മഖ്ദൂമി പണ്ഡിതന്മാർ 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മതപഠന രീതി പിന്തുടർന്ന് നാട്ടിൻപുറങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് പഠിക്കുകയും പിന്നീട് പൊന്നാനിയിൽ പോയി വിളക്കത്തിരിക്കുകയും ചെയ്യുന്നതോടെയാണ് അക്കാലത്ത് ഒരാൾ മതപണ്ഡിതനായി
പരിഗണിക്കപ്പെട്ടിരുന്നത്. കേരളത്തിലെ മുസ്ലിം വൈജ്ഞാനിക മേഖലകളെ പുനരുജ്ജീവിപ്പിച്ച മഖ്ദൂമി പണ്ഡിതന്മാരുടെ അറിവിൻ്റെയും സംസ്കരണത്തിൻ്റെയും പ്രതീകമായാണ് പൊന്നാനി വലിയ പള്ളിയിലെ വിളക്ക് കരുതിപ്പോരുന്നത്. ആ ജ്ഞാന പാരമ്പര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ കണ്ണിച്ചേർക്കുന്ന ചടങ്ങാണ് വിളക്ക്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇജാസ എന്ന് വിളിക്കുന്ന സമാനമായ പലതരം കണ്ണിച്ചേർക്കൽ ചടങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതിലൊക്കെ പങ്കാളിയാവാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉസ്താദ് തലപ്പാവ് ധരിപ്പിക്കുന്ന ചടങ്ങാണ് ഇതിൽ തന്നെ ഏറ്റവും ആകർഷിച്ചത്. പിന്നീട് ഉന്നത പഠനത്തിനായി കോഴിക്കോട് മർക്കസ് ആരംഭിച്ചപ്പോൾ മതവിദ്യാർത്ഥികളുടെ ബിരുദദാനത്തിന് ഞങ്ങൾ സ്വീകരിച്ചത് ഈ തലപ്പാവ് ധരിപ്പിക്കലാണ്. ഗുരുവിൽ നിന്ന് തലപ്പാവ് ലഭിക്കുന്നതോടെ വിദ്യാർത്ഥി യോഗ്യതയുള്ള മതപണ്ഡിതനായി അംഗീകരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ കാലം മുതൽക്കേ നിലവിലുള്ള മുസ്ലിം പാഠശാലകളിൽ പാരമ്പര്യമായി തുടർന്നു പോരുന്ന ഈ ചടങ്ങ് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ബിരുദദാനത്തിന് സമാനമായ ഒരു രീതിയായാണ് പലയിടത്തും പരിഗണിച്ചു പോരുന്നത്. ബിരുദദാനം എന്ന ചടങ്ങു തന്നെ ഇജാസത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പൊന്നാനി ദർസ് പാരമ്പര്യത്തെ കൂടുതൽ വ്യവസ്ഥാപിതമാക്കി എന്ന വ്യത്യാസമേ ബാക്കിയാത്തിലുള്ളൂ. പൊന്നാനി പാരമ്പര്യം തന്നെ രൂപപ്പെട്ടതും വികസിച്ചതും മഖ്ദൂമുമാരുടെ കുടുംബ വേരുകൾ ചെന്നെത്തുന്ന തമിഴ്നാടിൻ്റെ തെക്കുകിഴക്കൻ തീരദേശത്തിൻ്റെ ഭാഗമായ മഅ്ബറിൽ നിന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് ബാക്കിയാത്ത് പൊന്നാനി പാരമ്പര്യത്തിൻ്റെ ഇടർച്ചയല്ല, തുടർച്ച തന്നെയാണ്. വിട്ടുകടക്കൽ എന്നർത്ഥം വരുന്ന ഉബൂർ എന്ന അറബി വാക്കിൽ നിന്നാണ് മഅ്ബർ ഉണ്ടായതെന്ന് പറയുന്നു. യമനും തമിഴ്നാടും വിട്ടുകടന്ന് മലബാർ തീരത്തേക്ക് വന്നവർ എന്ന അർത്ഥത്തിലാണ് മഖ്ദൂമുമാർ മഅ്ബരി എന്ന പേരിൽ കൂടി അറിയപ്പെട്ടതെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായമുണ്ട്. ജലാലുദ്ദീൻ അഹ്സാൻ ഖാന്റെ നേതൃത്വത്തിൽ 14-ാം നൂറ്റാണ്ടിൽ മധുരൈ കേന്ദ്രമായി നിലനിന്നിരുന്ന മുസ്ലിം ഭരണത്തോട് ചേർത്തിയും മഅ്ബറിനെ പറയാറുണ്ട്. അങ്ങനെ ഒരേ സമയം പല ദിക്കുകളിലേക്ക് തുറന്നു വെച്ച വാതിലാണ് മഅ്ബർ. ഒട്ടനേകം ഭൂപ്രദേശങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും ജനങ്ങളെ വിട്ടുകടത്തിയ ഇടം, അതിലേറെ സംസ്കാരങ്ങളെ വിരുന്നുകൂട്ടിയ ഇടം. മുസ്ലിം ഭരണം നിലനിന്നിരുന്ന ഉത്തരേന്ത്യയിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ദീർഘകാലമായി പ്രവർത്തിച്ച സ്ഥാപനങ്ങളിൽ പഠനവും പരിശീലനവും നേടിയ അധ്യാപകരുടെ സേവനം ബാക്കിയാത്തിലെ പഠന രീതിയെ ഒരാധുനിക കോളേജിൻ്റെ ഘടനയോടും രീതികളോടും കൂടുതൽ അടുപ്പിച്ചു എന്ന് പറയാം. ലിയാഉദ്ദീൻ ഹസ്രത്തിൻ്റെ കാലത്തു തന്നെ ബാക്കിയാത്തിനെ മദ്രാസ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്യുകയും ബാക്കിയാത്തിലെ ബിരുദം മദ്രാസ് സർവകലാശാല ബിരുദത്തിന് തുല്യമാക്കുകയും ചെയ്തിരുന്നു. മക്ബറ സിയാറത്തിനു ശേഷം പുറത്തിറങ്ങുമ്പോഴേക്കും നേരം നല്ലപോലെ വെളുത്തിരുന്നു. ഇളംവെയിലിൽ ബാക്കിയാത്തിൻ്റെ മനോഹരമായ കെട്ടിടം ലംഘി നിൽക്കുന്നത് കണ്ടപ്പോൾ യാത്രാക്ഷീണമെല്ലാം മറന്നു. അവിടെ പഠിച്ചിറങ്ങിയ ഗുരുവര്യന്മാരുടെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞൊഴുകി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായി ബാക്കിയാത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ബാക്കവി ബിരുദധാരികളായിരുന്നു കേരളത്തിലെ തലയെടുപ്പുള്ള വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി അവരുടെ നിര നീണ്ടതാണ്. കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണായി ഞാൻ കരുതിപ്പോരുന്ന OK ഉസ്താദും മടവൂർ CM മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന CM വലിയുല്ലാഹിയും അവരൊക്കെ തൊട്ടുരുമ്മിപ്പോയ വഴികളും ചുമരുകളും കിടന്ന നിലങ്ങളുമൊക്കെയാണല്ലോ ഇതൊക്കെ എന്നോർക്കുമ്പോൾ കോൾമയിർ കൊണ്ടു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സ്ഥാപനമെന്ന നിലയിൽ
കേരളവുമായുള്ള ബാക്കിയാത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചില ശ്രമങ്ങൾ പഠനകാലത്ത് നടത്തിയിരുന്നു. ബാനി ഹസ്രത്തിൻ്റെ വീട്ടിലെ പാഠശാലയിൽ തന്നെ മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായി ചിലർ പറയുകയുണ്ടായി. ബാക്കിയാത്തിലെ പഴയകാല രേഖകളുമായി ഒത്തുനോക്കുമ്പോൾ ഇത് ശരിയാവാനുള്ള സാധ്യത ഏറെയാണ്. സെയ്താർപേട്ടിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ ശേഷമുള്ള കാലത്ത് തന്നെ മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായി രേഖകളുണ്ട്. നിലവിൽ ലഭ്യമായ അഡ്മിഷൻ രേഖകൾ പ്രകാരം 1896 പുറത്തിറങ്ങിയ കോഴിക്കോട്ടുകാരനായ സയ്യിദ് ഇബ്രാഹിം തങ്ങളും തളിപ്പറമ്പിൽ നിന്നുള്ള മഹീദ്ദീൻ കുട്ടിയുമാണ് ബാക്കിയാത്തിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ മലയാളി വിദ്യാർത്ഥികൾ. 1877 തന്നെ ചാലിടകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബാക്കിയാത്തിൽ പഠനത്തിൽ ചേർന്നിരുന്നെങ്കിലും അതിരാമ്പട്ടണത്തും വെല്ലൂരിലെ തന്നെ ലത്തീഫിയയിലുമാണ് അദ്ദേഹം പഠനം നടത്തിയത്. അദ്ദേഹം ഗോളശാസ്ത്ര പഠനരംഗത്ത് വലിയ നൈപുണ്യം കരസ്ഥമാക്കിയത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ഇതാണ് പിന്നീട് കഅബയുടെ ദിശയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന റിസാലത്തുൽ മാറദീനിയുടെ വ്യാഖ്യാനം എഴുതുന്നതിലേക്കും കേരള മുസ്ലിങ്ങൾക്കിടയിലെ വലിയ സംവാദങ്ങളിൽ ഒന്നായ കിബില തർക്കത്തിലേക്കും വഴിയൊരുക്കിയത്. നാട്ടിലെ വിവിധ ദർസുകളിലായി 10 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഞാൻ ബാക്കിയാത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷം നീണ്ടു നിൽക്കുന്ന മുത്തവ്വൽ ക്ലാസ്സിൽ ചേരാനുള്ള പ്രവേശന പരീക്ഷയ്ക്കാണ് പേരു നൽകിയത്. തഫ്സീർ, ഹദീസ്, ഉസൂലുൽ ഫിഖ്, തസവുഫ്, ഗണിതം, ഗോളശാസ്ത്രം, തർക്കശാസ്ത്രം എന്നിവയിലും അറബി ഭാഷയിലെ വിവിധ ശാഖകളിലെ പ്രാവീണ്യവുമാണ് മുത്തവ്വലിനുള്ള അടിസ്ഥാന യോഗ്യത. ബൈലാവി, മുല്ല ഹസൻ എന്നീ കിതാബുകളിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കലാണ് പ്രവേശന പരീക്ഷയുടെ രീതി. പ്രമുഖരായ പണ്ഡിതന്മാർ തന്നെ കേൾക്കാനുണ്ടാകും. വായനയിൽ നിന്ന് തന്നെ പരീക്ഷാർത്ഥിയുടെ കഴിവ് അവർക്ക് ബോധ്യപ്പെടും. അറബി ഭാഷ എഴുതുന്ന പ്രത്യേക രീതി കാരണം ഭാഷയിൽ നല്ലപോലെ കഴിവുള്ളവർക്കേ തെറ്റുകൂടാതെ വായന പൂർത്തിയാക്കാൻ കഴിയും. വായിക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും സാങ്കേതിക പദങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വിശദീകരണവും ചോദിക്കും. പൂർണ്ണമായും വാചിക പരീക്ഷ. കുട്ടികളുടെ എണ്ണം എത്ര കൂടിയാലും ഓരോ വിദ്യാർത്ഥിയെയും ഉസ്താദുമാർ നേരിട്ട് കേൾക്കും. ഭാഷയിലൂടെ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമ്പ്രദായം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പണ്ടുമുതലേ പ്രചാരമുള്ളതാണ്. കേരളത്തിൽ നിന്ന് 44 പേരാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ബാക്കിയാത്തിലെ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം ആനുപാതികമായി കൂടുതലായതുകൊണ്ട് അവർക്ക് പരീക്ഷ കൂടുതൽ കടുപ്പമുള്ളതാക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതായി അറിയാൻ കഴിയും. അതുകൊണ്ട് ഷേഖ് ഹസൻ ഹസ്രത്ത് നേരിട്ടായിരുന്നു പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിച്ചത്. 44 പേരെയും ഒരുമിച്ചിരുത്തി പരസ്യമായാണ് വായിപ്പിച്ചത്. ഞങ്ങളുടെ പരീക്ഷ പൂർത്തിയാകാൻ 8 ദിവസമെടുത്തു. 4 പേർക്ക് മാത്രമായിരുന്നു സെലക്ഷൻ. പ്രവേശന പരീക്ഷയിൽ ജയിച്ച് മുത്തവ്വൽ ചേരാൻ യോഗ്യത ലഭിച്ചുവെങ്കിലും താഴത്തെ ക്ലാസ്സായ മുക്തസറിൽ ചേരാനായിരുന്നു എൻ്റെ തീരുമാനം. ഷേഖ് ഹസൻ ഹസ്രത്തിൻ്റെ ബുഖാരി ക്ലാസ്സിലും മധുരൈ ഉത്തമപാളയം അബൂബക്കർ ഹസ്രത്തിൻ്റെ ബൈലാവി ക്ലാസ്സിലും പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഹദീസ്, വിജ്ഞാനശാസ്ത്രത്തിൽ അസാമാന്യമായ പാഠവുമുണ്ടായിരുന്ന പണ്ഡിത പ്രതിഭയായിരുന്ന ഷേഖ് ഹസൻ ഹസ്രത്ത് അക്കാലത്തെ പ്രമുഖ ഹദീസ് പണ്ഡിതന്മാരുടെയെല്ലാം ശിഷ്യനാകാൻ ഭാഗ്യം ലഭിച്ചയാൾ കൂടിയാണ്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി സ്വദേശിയായ അദ്ദേഹം ഞങ്ങൾ ചേർന്ന സമയത്ത് ബാക്കിയാത്തിലെ ഷേഖുൽ ഹദീസ് പഠന വിഭാഗം മേധാവിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി ഓതി പഠിക്കുക എന്ന ആഗ്രഹമായിരുന്നു 1 വർഷം കൂടി അധികം ബാക്കിയാത്തിൽ ചെലവഴിക്കാനുള്ള പ്രധാന പ്രേരണ. ഒക്കെ ഉസ്താദിന് ഹസൻ ഹസ്രത്തിനോടുള്ള അടുപ്പമായിരുന്നു മറ്റൊരു കാരണം. ബാക്കിയാത്തിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്ന ഉത്തമപാളയം അബൂബക്കർ ഹസ്രത്ത് ഏതൊരു വിഷയത്തിൻ്റെയും മർമ്മത്തിലേക്കും ശാഖകളിലേക്കും ചർച്ചകൾ കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവുള്ള ഫാരിസി ഭാഷയിൽ അഗ്രഗണ്യനായ മുദരിസ് അധ്യാപകനായിരുന്നു. ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്ന തീരുമാനത്തിൽ ഞാൻ മുക്തസർ ക്ലാസ്സിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു അത്.